അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിലെ 7ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിലെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ അല്ലെങ്കിൽ ഇനി വരും പാഠങ്ങളുടെ തദ്രീബാത്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തനത്ത പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട് ന്യൂ എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ അടുത്ത പാഠങ്ങൾ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അദ്റസു സാബിർ 7ാമത്തെ പാഠം ഇമാമു ദാരിൽ ഹിജ്റ. മോനെ, നീ വീട്ടിലേക്ക് പോയില്ലേ? ഇല്ല. നീ വല്ലതും കഴിച്ചോ? ഇല്ല. എന്നാൽ വരൂ, നമുക്ക് ഭക്ഷണം കഴിക്കാം. തൻ്റെ അടുത്ത് പഠിക്കാൻ വന്ന കുട്ടിയോട് ഉസ്താദ് ഇമാം സുഹ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതൊരു പെരുന്നാൾ ദിവസമായിരുന്നു. കുട്ടി അതിന് മറുപടി പറയുകയാണ്, എനിക്ക് ഭക്ഷണം വേണ്ട, കുറച്ച് ഹദീസുകൾ പറഞ്ഞു തന്നാൽ മതി. 40 ഹദീസുകളുള്ള എഴുത്തുപലക ഉസ്താദ് ശിഷ്യന് നൽകി. അത് മുഴുവൻ കണ്ണോടിച്ച കുട്ടി പറഞ്ഞു, ഈ ഹദീസുകളെല്ലാം ഞാൻ പഠിച്ചതാണ്. ഉസ്താദ് വേറെ ഹദീസുകൾ നൽകി. കുട്ടി പറഞ്ഞു, ഇതും ഞാൻ പഠിച്ചിട്ടുണ്ട്. കുട്ടി പറഞ്ഞത് കേട്ട് ഉസ്താദ് പറയുകയാണ്, നീ വലിയ പണ്ഡിതനായിരിക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ ഉസ്താദിന്റെ അംഗീകാരം ലഭിച്ച ഈ കുട്ടി ആരാണെന്നറിയുമോ? മഹാനായ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ആണവർ. ഹിജ്റ 93 മദീനയിൽ ജനിച്ചു. പിതാവിന്റെ പ്രേരണ പ്രകാരം അദ്ദേഹം പഠനം തുടങ്ങി. തഫ്സീരിലും ഹദീസിലും ഫിഖ്ഹിലും അഗാധമായ അറിവ് നേടി. അവരുടെ കർമ്മശാസ്ത്ര വഴിയാണ് മാലിക്കി മദ്ഹബ്. UAE, കുവൈത്ത്, ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലുള്ള ജനങ്ങൾ മാലിക്കി മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്നവരാണ്. മാലിക് റളിയല്ലാഹു അൻഹുവിന് പ്രമുഖരായ നിരവധി ശിഷ്യന്മാരുണ്ട്. ഇമാം അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു, ഇമാം മുഹമ്മദ് ഷൈബാനി റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എന്നിവർ അവരിൽ ചിലരാണ്. ഇമാം ദാറുൽ ഹിജ്റ എന്നാണ് അദ്ദേഹത്തിന്റെ അപരനാമം. ദീർഘകാലം മദീനയിൽ ദർസ് നടത്തിയത് കൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം അറിയപ്പെട്ടത്. വിനയാൻവിതനും വിശുദ്ധ ജീവിതം നയിച്ചവരുമായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഹദീസുകളെ അദ്ദേഹം വളരെയധികം ബഹുമാനിച്ചിരുന്നു. കുളിച്ച് വൃത്തിയാക്കി മുന്തിയ വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശിയതിനു ശേഷം മാത്രമേ അദ്ദേഹം ഹദീസ് ഉദ്ധരിക്കാറുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം നടന്നുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കാറില്ല. ഒരിക്കൽ ഹദീസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തേൾ അദ്ദേഹത്തെ 16 തവണ കുത്തി. വിഷം സിരകളിൽ കയറി, മുഖം വിവരണമാക്കി. പക്ഷേ ഹദീസിനോട് അനാദരവുണ്ടാകുമോ എന്ന ഭയം കാരണം അദ്ദേഹം ക്ലാസ് നിർത്തിയില്ല. മുവത്ത എന്ന അദ്ദേഹത്തിന്റെ കിതാബ് ഹദീസിൽ വിരചിതമാകിയ ആദ്യത്തെ ഗ്രന്ഥമാണ്. അറിവ് പഠിക്കാൻ ഒട്ടകപ്പുറത്തേറി ആളുകൾ സഞ്ചരിക്കും. അന്ന് മദീനയിലുള്ള പണ്ഡിതനേക്കാൾ അറിവുള്ള ഒരാളെയും അവർ കണ്ടെത്തുകയില്ല എന്ന് ഹദീസിലെ പണ്ഡിതൻ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണെന്ന് സുഫ്യാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഹിജ്റ 179 റബീഉൽ അവ്വലിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്താക്കി. ജന്നത്തുൽ ബഖീഇൽ അവർ അന്ത്യവിശ്രമം കൊള്ളുന്നു. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലാകില്ലേ? ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് വായിക്കാം. ആലിമുൽ മദീനത്തിൽ മുബശ്ശിറു ബിഹി ഹുവൽ ഇമാമു മാലിക് റളിയല്ലാഹു അൻഹു. പരിശുദ്ധ മദീനയിലെ പ്രവചിത പണ്ഡിതൻ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ്. നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റ വ നഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ദാറുൽ ഹിജ്റ മദീന. ഇമാം സുഹ്രി ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ്. ഹൃദിസ്ഥമാക്കുക, മനപ്പാഠമാക്കുക. അഗാധം, ആഴത്തിലുള്ളത്. ലാളിത്യം, ലളിതമായത്. ദശലക്ഷം, 10 ലക്ഷം. വിനയം, താഴ്മ. സിരകൾ, ഞരമ്പുകൾ. അൽ മുവത്ത ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഗ്രന്ഥം. സുഫ്യാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മക്കയിൽ ജീവിച്ച ഒരു പണ്ഡിതൻ. ജന്നത്തുൽ ബഖീ മസ്ജിദുൻ നബവിക്ക് സമീപം ധാരാളം സ്വഹാബികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നമ്മളെ ഉൽജദ്വൽ. ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. പൂർണ്ണനാമം ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. ജനനസ്ഥലം മദീന. പിതാവ് അനസ്. ശിഷ്യന്മാരിൽ പ്രമുഖർ
ഇമാം അബു യൂസുഫ് റളിയല്ലാഹു അൻഹു, ഇമാം മുഹമ്മദ് ഷൈബാനി റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അപരനാമം ഇമാം ദാരിൽ ഹിജ്റ. വഫാത്ത് ഹിജ്റ 179. ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ജന്നത്തുൽ ബഖീഅ്. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. എനിക്ക് ഭക്ഷണം വേണ്ട, കുറച്ച് ഹദീസുകൾ പറഞ്ഞു തന്നാൽ മതി. ഇത് ആരോട് എപ്പോൾ പറഞ്ഞോ ആ സന്ദർഭം വ്യക്തമാക്കാം. ഒരു പെരുന്നാൾ ദിവസം തൻ്റെ അടുത്ത് പഠിക്കാൻ വന്ന കുട്ടിയോട് ഉസ്താദായ ഇമാം സുഹ്രി റളിയല്ലാഹു അൻഹു ഭക്ഷണം വല്ലതും കഴിച്ചോ എന്ന് അന്വേഷിച്ചപ്പോൾ ആ കുട്ടി ഇല്ല എന്ന് മറുപടി പറയുന്നു. എങ്കിൽ വരൂ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് ഉസ്താദ് പറയുന്നു. ഇത് കേട്ട സന്ദർഭത്തിൽ കുട്ടിയായിരുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തൻ്റെ ഉസ്താദിനോട് പറഞ്ഞ മറുപടിയാണിത്. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നുജൈബ്. ഒന്നാമത്തെ ചോദ്യം, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അഗാധമായ അറിവ് നേടി ഏതെല്ലാം വിഷയങ്ങളിൽ? ഉത്തരം, തഫ്സീർ, ഹദീസ്, ഫിഖ്ഹ് തുടങ്ങിയ വിഷയങ്ങളിൽ. 2. എവിടെയെല്ലാമാണ് മാലിക്കി മദ്ഹബുകാർ കൂടുതൽ ഉള്ളത്? ഉത്തരം, UAE, കുവൈത്ത്, ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ. 3. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സുഫ്യാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? അറിവ് പഠിക്കാൻ ഒട്ടകപ്പുറത്തേറി ആളുകൾ സഞ്ചരിക്കും. അന്ന് മദീനയിലുള്ള പണ്ഡിതനേക്കാൾ അറിവുള്ള ഒരാളെയും അവർ കണ്ടെത്തുകയില്ല എന്ന് ഹദീസിലെ പണ്ഡിതൻ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണെന്നാണ് സുഫ്യാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞത്. 4. മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിനോടുള്ള ബഹുമാനത്തിന് ഒരു ഉദാഹരണം എഴുതുക. ഒരിക്കൽ ഹദീസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തേൾ അദ്ദേഹത്തെ 16 തവണ കുത്തി. വിഷം സിറകളിൽ കയറി, മുഖം വിവർണമാക്കി. പക്ഷേ ഹദീസിനോട് അനാദരവുണ്ടാകുമോ എന്ന ഭയം കാരണം അദ്ദേഹം ഹദീസ് ക്ലാസ് നിർത്തിയില്ല. 5. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിച്ചത് എങ്ങനെയായിരുന്നു? ഉത്തരം, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കുളിച്ച് വൃത്തിയാക്കി മുന്തിയ വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശിയതിനു ശേഷം മാത്രമേ ഹദീസ് ഉദ്ധരിക്കാറുണ്ടായിരുന്നുള്ളൂ. നടന്നുകൊണ്ട് അദ്ദേഹം ഹദീസ് ഉദ്ധരിക്കാറില്ല. 6. 16 തവണ തേൾ കുത്തിയിട്ടും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ക്ലാസ് നിർത്തിയില്ല. കാരണം? ഉത്തരം, ഹദീസിനോട് അനാദരവുണ്ടാകുമോ എന്ന ഭയമായിരുന്നു അതിന് കാരണം. 7. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഹദീസിൽ വന്നതെന്ത്? ഉത്തരം, അറിവ് പഠിക്കാൻ ഒട്ടകപ്പുറത്തേറി ആളുകൾ സഞ്ചരിക്കും. അന്ന് മദീനയിലുള്ള പണ്ഡിതനേക്കാൾ അറിവുള്ള ഒരാളെയും അവർ കണ്ടെത്തുകയില്ല. തദ്രീബാത്തിൽ അഞ്ചാമത്തെ പ്രവർത്തനം നുഈസു മുദക്കിറ. 1. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രം നമുക്ക് നോക്കാം. മഹാനായ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഹിജ്റ 93 മദീനയിൽ ജനിച്ചു. പിതാവിന്റെ പ്രേരണ പ്രകാരം അദ്ദേഹം പഠനം തുടങ്ങി. തഫ്സീറിലും ഹദീസിലും ഫിഖ്ഹിലും അഗാധമായ അറിവ് നേടി. അവരുടെ കർമ്മശാസ്ത്ര വഴിയാണ് മാലിക്കി മദ്ഹബ്. ഇമാം ദാരിൽ ഹിജ്റ എന്നാണ് അദ്ദേഹത്തിന്റെ അപരനാമം. ദീർഘകാലം മദീനയിൽ ദർസ് നടത്തിയത് കൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം അറിയപ്പെട്ടത്. വിജ്ഞാനിതനും വിശുദ്ധ ജീവിതം നയിച്ചവരുമായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഹദീസുകളെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കുളിച്ച് വൃത്തിയാക്കി മുന്തിയ വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശിയതിനു ശേഷം മാത്രമേ ഹദീസ് ഉദ്ധരിക്കാറുണ്ടായിരുന്നുള്ളൂ. നടന്നുകൊണ്ട് അദ്ദേഹം ഹദീസ് ഉദ്ധരിക്കാറില്ല. ഒരിക്കൽ ഹദീസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തേൾ അദ്ദേഹത്തെ 16 തവണ കുത്തി. വിഷം സിറകളിൽ കയറി, മുഖം വിവർണമാക്കി. പക്ഷേ ഹദീസിനോട് അനാദരവുണ്ടാകുമോ എന്ന ഭയം കാരണം അദ്ദേഹം ഹദീസ് ക്ലാസ് നിർത്തിയില്ല. ഹിജ്റ 179 റബീഉൽ അവ്വലിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്താക്കി. ജന്നത്തുൽ ബഖീഇൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. തദ്രീബാത്തിൽ ആറാമത്തെ പ്രവർത്തനം തഖ്സീസ്. മോത്ത് എന്ന ഹദീസ് ഗ്രന്ഥത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് തയ്യാറാക്കാം. അൽ മോത്ത്. ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സമാഹരണ ഗ്രന്ഥമാണ് മോത്ത്. മദീനയിലെ സച്ചരിതരായ ജനങ്ങളിൽ നിന്നും 40 വർഷത്തെ പ്രയത്നം കൊണ്ടാണ് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു മോത്ത് സമാഹരിച്ചത്. ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഇടയിൽ മോത്തയിന് വളരെ വലിയ സ്ഥാനമാണുള്ളത്. മോത്ത് ഹദീസ് ഗ്രന്ഥങ്ങളുടെ ആദ്യ ശേഖരമാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കാലം രചനകൾ ആവശ്യമായ കാലമായിരുന്നു.
കാരണം ഇച്ഛാനുസൃതം മതവിധികൾ പറയുകയും അവ ഹദീസ് എന്ന വ്യാജേന ക്രോഡീകരിക്കുകയും ചെയ്ത ആ കാലത്ത് ഒരു വിശ്വസ്ത ഗ്രന്ഥം രചിക്കപ്പെടേണ്ടത് ആവശ്യകതയായി മാറി. അങ്ങനെ വ്യവസ്ഥാപിതമായ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രോഡീകരിക്കപ്പെട്ട ഹദീസ് ഗ്രന്ഥമാണ് മുവത്ത. ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.